4 ദിവസത്തോളായി ഇത് നമ്മളെ രാംനാരായണന്റെ മരണം ദളിത് തൊഴിലാളി കൂട്ടം കൂടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ്. 4 ദിവസമായി. ഇതുവരെ ഒരു സാംസ്കാരിക നായകന്മാരും ഉണർന്നിട്ടില്ല. മറിച്ച് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും മുദ്രാവാക്യം വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഉണർന്ന സാംസ്കാരിക നായകന്മാരൊക്കെ ഇവിടെ കേരളത്തിലുണ്ട്, ഇപ്പോഴുണ്ട്, കടന്നുറങ്ങനാണ്. ഇനി വേറെ എന്തെങ്കിലും കിട്ടണം അവരെ എണീറ്റ് വരുന്നുണ്ടെങ്കിൽ. കാരണം ഇത്രയും ദളിതനായ ഒരാളെ ഇത്രയും അടിച്ചു കൊന്നിട്ട് മൃഗീയമായിട്ട്, അത് 40ഓളം മുറിവുകൾ വരുത്തിയിട്ട് അടിച്ചു കൊന്നിട്ട് ഇതുവരെ ഒരു സാംസ്കാരിക നായകന്മാർ ഉണർന്നിട്ടില്ല. കേരളം ഞെട്ടിയിട്ടില്ല. ഞെട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്താ വേണ്ടത്? RSS പുറത്ത് RSS ആയതുകൊണ്ടാണ്. പ്രതികള് RSS അല്ലെങ്കിൽ BJP ആയി വരുമ്പോ ഈ സാംസ്കാരിക നായകന്മാര് കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ തന്നെയായിരുന്നു. മറിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരെ അതിൽ പ്രതികളായിട്ട് വരുമ്പോഴാണ് ഇവരുടെയൊക്കെ മറ്റേ എന്താണ് ചർച്ചകളും മതേതരത്വമൊക്കെ മനുഷ്യത്വമൊക്കെ ഉണരാം. തീർച്ചയായിട്ടും ഇതിനെ പൊളിച്ചെഴുതേണ്ടതുണ്ട്. മാത്രമല്ല 4-8 വയസ്സുള്ള 2 പിഞ്ചു മക്കളുണ്ട് ഈ മരിച്ച ഈ ഛത്തീസ്ഗഡ് സ്വദേശി. അവരുടെ കുടുംബം മറ്റേ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഒരു മൃതദേഹം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ അവിടെ പ്രതിഷേധം. തീർച്ചയായിട്ടും ഈ ഒരു കാട്ടാളക്കത്തില് കേരള ഗവൺമെന്റ് നഷ്ടപരിഹാരം അവര് ചോദിക്കുന്ന നഷ്ടപരിഹാരം നൽകിയിട്ട് കേരളത്തിന്റെ മനുഷ്യത്വം കാണിച്ചു കൊടുക്കേണ്ട സമയമാണ്. മിനിമം 25 ലക്ഷം കൊടുക്കും. അപ്പൊ ഈ ഒരു സന്ദർഭത്തിലായി തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങളെ സംഘപരിവാരത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള കേരളത്തിനുണ്ടായിട്ടുള്ള ഈ മാനക്കേട് മായ്ക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെ പ്രതികളെ യഥാർത്ഥത്തിൽ കണ്ടെത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടണം. നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിൽ മനസ്സിലാക്കേണ്ടത് വനിതകളടക്കം ഈ ഒരു ആൾക്കൂട്ട കൊലപാതകത്തിൽ പങ്കെടുക്കുന്നതാണ്. അത്രമാത്രം വനിതകൾ വരെ ഈ ഇവർക്കുള്ള ക്രിമിനൽ സ്വഭാവങ്ങൾ വന്നു എന്നുള്ളതാണ്. കാരണം വളരെ ലോല ഹൃദയരാണ് വനിതകൾ എന്നുള്ളതാണ്. പക്ഷെ ഇവരെ വനിതകൾ എന്ന് പറയുമ്പോൾ RSSന്റെ വനിത ദുർഗാവായില്ലേ സംഖ്യയായി മാറുന്നത് മനുഷ്യത്വം മുഴുവൻ നഷ്ടപ്പെടുക. അത് ആണെന്നില്ല പെണ്ണെന്ന് വ്യത്യാസമൊന്നുമില്ല. അത്രയും നികൃഷ്ട ജന്മങ്ങളാണിത്. ഈ ജന്മങ്ങൾ ഉണ്ടാക്കിയ ഈ ഒരു അപമാനത്തിന് തീർച്ചയായിട്ടും അവർ പര്യമായി 25 ലക്ഷം രൂപ അത് കേരള ഗവൺമെന്റ് തീർച്ചയായിട്ടും നൽകേണ്ടതുണ്ട്. അവരുടെ അവകാശമാണ്. എന്നാൽ മാത്രമേ നമുക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയൂ. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പം ആരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടല്ലോ അല്ലേ? നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടല്ലേ നമ്മള് ഇതിൽ മനസ്സിലാക്കുന്ന ഒരു സംഗതി, അവർക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ ഇത് കൊടുക്കണം എന്ന് പറയാൻ കേരളത്തില് ഒരു രാഷ്ട്രീയ പാർട്ടി വന്നു എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കണ്ടത് പ്രതിഷേധങ്ങളായിട്ടും മറ്റും കേരളക്കരാകെ പ്രതിഷേധം സംഘടിപ്പിച്ച ഒരേ ഒരു പാർട്ടി അത് SDP ആണ്. അന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നു. SDPന്റെ പ്രതിഷേധം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിച്ചെടുത്താണ് വളരെ ആർജവത്തോട് കൂടിയിട്ട് അവർ ദളിതന് വേണ്ടിയിട്ട് അവർ ശബ്ദമുയർത്തിയത്. അത് അഭിനന്ദിക്കേണ്ടത് അത് നമ്മൾ കാണാതെ പോകും. കാരണം തീർച്ചയായിട്ടും ഇത്തരം ഇടപെടലുകളിലൂടെ ഇവരൊക്കെ പറയുന്നത് പോലെ അവർക്ക് അർഹതപ്പെട്ടത് എന്താണോ അത് കേരള ഗവൺമെന്റ് നൽകണമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ കിട്ടേണ്ട നീതി തന്നെയാണ്. കാരണം ഇനി കിട്ടേണ്ട ഒരു നീതി അവർക്കുള്ള ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലേ വളരെ ക്രൂരമായിട്ട് ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കും. അതിനുള്ള പ്രായശ്ചിത്തം നമ്മൾ ചെയ്യേണ്ടത് കേരളക്കാരുടെ ബാധ്യതയായി കേരള ഗവൺമെന്റ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും.